മഠത്തിലെ മണിയടി. സിസ്റ്റർ അമ്മായി മാപ്രാണം മഠത്തിൽ വന്നത് ആയിടെയാണ്. അമ്മായിയെ കാണാനായിട്ട് ഞങ്ങൾ മഠത്തിലേക്ക് പോയി. ഞാൻ, 2 ചേച്ചിമാർ, ചേട്ടൻ, വലിയപ്പൻ്റെ മക്കൾ, ഇളയപ്പൻ്റെ മക്കൾ, അങ്ങനെ 10-12 പേര് ഒരുമിച്ച് നടന്നാണ് യാത്ര. ഞങ്ങളുടെ അവിടെ നിന്നും മാപ്രാണത്തേക്ക് 3-3.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ അന്നിട്ടിരുന്ന ട്രൗസർ എൻ്റേതല്ല, ആരുടേതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല സിൽക്ക് ട്രൗസർ. എനിക്ക് പാകമല്ല ആ ട്രൗസർ. ഇടയ്ക്കിടയ്ക്ക് ഇത് താഴേക്ക് പോകും. കൈകൊണ്ട് ഇത് മുകളിലേക്ക് വലിച്ച് കയറ്റിയിടും, ഊരിപ്പോകാതിരിക്കാൻ. എന്നിട്ട് വയറ് വീർപ്പിച്ചാലേ അത് ശരിക്കും നിൽക്കും. ഇത് വാർണിയുടെ ട്രൗസറാണ്. അവന് ഒരുപാട് ട്രൗസർ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിൽ പഴയത് ചിലത് എനിക്ക് തരും. എനിക്കാണെങ്കിൽ ഇതുകൊണ്ട് ചില പൂത്തിരികളൊക്കെ കത്തിക്കാം. ഭംഗിയുള്ള ട്രൗസറും കാര്യങ്ങളുമൊക്കെ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടും. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും ചെത്താം. എൻ്റെ ചേച്ചി ഇട്ടിരിക്കുന്നത് വാർണിയുടെ പെങ്ങള് കൊച്ചുമേരിയുടെ ഒരു പാവാടയാണ്. ഇതിനൊരു മഞ്ഞ കളറാ. ചേച്ചി ഈ പാവാടയിട്ട് നടക്കുമ്പോൾ ആ മഞ്ഞ നിറ റോഡിനും. ഇത് വാറുണിയും കൊച്ചുമേരിയൊക്കെ വെക്കേഷന് വരുമ്പോൾ തരുന്നതോ അമ്മ അവരവിടെ ചെല്ലുമ്പോൾ പൊതിഞ്ഞു കൊടുക്കുന്നതോ ആവും. അത് പോട്ടെ. അങ്ങനെ ഞങ്ങൾ മഠത്തിലെത്തി. എല്ലാ മഠത്തിലും ബെല്ലുണ്ടാവും. അത് പിടിച്ചടിച്ചാൽ അകത്ത് ആൾ വരും. ഒരു മണി, അതിൽ ചരട്. ഞങ്ങൾ ഓരോരുത്തരും മണിയടിക്കാൻ ആഞ്ഞു. ആരും അടിക്കണ്ട, ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞ് ചേച്ചി ചെന്നു ഒന്നടിച്ചു. ചേച്ചി മാറിയ വഴി ഞാനും പിന്നാലെ ചെന്നൊന്ന് പറ്റിച്ചു. വല്യപ്പൻ്റെ മകൻ ജോൺസൺ എന്നൊരു കുരുത്തകൊള്ളിയുണ്ട്. അവനും ചെന്നു ഒന്നടിച്ചു. സ്റ്റെൻസിലാവോസ് ചേട്ടന് പോതി, അയാളും അടിച്ചു. അങ്ങനെ ഞങ്ങൾ കുട്ടികളെല്ലാവരും അടിച്ചോടെ മഠം ഒന്നിളകി. ആകെ ഒരു മണിയടി ഇളക്കം. ഓരോരുത്തർ പിന്നെ കിണം 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 നടിയാണ്. അങ്ങനെ വലിയ ബഹളത്തോടെയാണ് മഠത്തിനകത്തേക്കുള്ള ഞങ്ങളുടെ വരവ്. എന്താണ്ടാ മണിയടിച്ച് ബഹളം ഉണ്ടാക്കണേ? ആരെയെ കാണണ്ടേ? അകത്തു നിന്ന് വന്ന ഒരു സിസ്റ്റർ ഇത്തിരി ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ചേച്ചി പറഞ്ഞു, സിസ്റ്റർ ക്ലൗദിയയെ കാണാനാ. ക്ലൗദിയ അമ്മായിയാണെന്ന് പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ ഒന്ന് തണുത്തു. ആദ്യത്തെ ഭാവമൊക്കെ കണ്ടപ്പോൾ തോന്നി അരയിൽ കെട്ടിയ ബെൽറ്റ് അഴിച്ച് അവർ തല്ലുവന്നു. ഈ സിസ്റ്റർ തിരികെ പോയപ്പോൾ ജോൺസൺ ചെന്ന് വീണ്ടും മണിയടിച്ചു. ആ സിസ്റ്റർ തിരികെ വന്നു. വലിയൊരു വട്ടമേശയുണ്ട് അവിടെ. ഞങ്ങളെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തി. അല്പം കഴിഞ്ഞപ്പോൾ അമ്മായി അകത്തു നിന്നും ഇറങ്ങി വന്നു. ആങ്ങളമാരുടെ മക്കളൊക്കെ കണ്ട് അമ്മായിക്ക് സന്തോഷമായി. അമ്മായിയെ കാണാൻ ചെന്നിരിക്കുകയല്ലേ. ഞങ്ങളെ പിടിച്ചിരുത്തിയ ശേഷം അമ്മായിയും അടുത്തിരുന്നു. അമ്മായി ഞങ്ങളുടെ കയ്യിലൊക്കെ ഒന്ന് നോക്കി. വല്ലതും കൊണ്ടു ചെന്നിട്ടുണ്ടോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദൈവം സഹായിച്ച് ഞങ്ങളൊരു സാധനവും കൊണ്ടുപോയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ അമ്മായി ചേച്ചിമാരോട് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, കാപ്പി കുടിക്കാം. ഇത് കേട്ട് ചേച്ചി പറഞ്ഞു, വേണ്ട, കാപ്പി വേണ്ട, ഞങ്ങളിപ്പോൾ കുടിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. ഞാനോർത്തു ഇപ്പം കുടിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ എന്ന്. 3 കിലോമീറ്റർ നടന്നിട്ടാണ് വന്നത്. എനിക്കാണെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കിട്ടണം, അത്രയ്ക്കും ദാഹം. വീണ്ടും അമ്മായി പറഞ്ഞു, അത് പറ്റില്ല, നിങ്ങൾ കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. കാപ്പി എടുക്കാം എന്ന് പറഞ്ഞ് അമ്മായി അകത്തേക്ക് പോയി. അമ്മായി പോയി കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ആർത്തിയും ബഹളമൊന്നും വേണ്ട, മനസ്സിലായോ? വീടൊന്നുമില്ല, ഇത് കന്യാസ്ത്രീ മഠമാണ്. അമ്മായി ഇങ്ങനെ ചീത്തയാക്കരുത് കേട്ടോ. തരുന്ന കാപ്പി കുടിക്കുക. പലഹാരങ്ങൾ കൊണ്ടുവച്ചാൽ തന്നെ ചെറുതൊരു കഷ്ണമെങ്ങാനും എടുത്ത് കഴിക്കുക. അല്ലാണ്ട് പൊട്ടപ്പണിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനത്തെ ഉപദേശമൊക്കെ തന്നങ്ങോട്ട് റെഡിയാക്കി വെച്ചു. ഞാൻ തലയാട്ടിയെല്ലാം സമ്മതിച്ചു. 2-3 കന്യാസ്ത്രീകൾ കുഴലപ്പം, അച്ചപ്പം, ഉണ്ട, കശുവണ്ടി ചുട്ട് തല്ലിയത് ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. വച്ച വഴിക്ക് തന്നെ ജോൺസണും മറിച്ചവരും എല്ലാവരും കൂടിയിട്ട് കൈയിട്ട് വരാൻ തുടങ്ങി. ഒരു കയ്യിൽ അച്ചപ്പം, ഒരു കയ്യിൽ കുഴലപ്പം, വായിലുണ്ട. അങ്ങനെ ഓരോരുത്തർ ഏതാണ്ട് നേടിയ മട്ടിൽ നിൽക്കുന്നു. ഇനി പാത്രത്തിൽ ഏതാണ്ട് കുറച്ച് സാധനങ്ങളുള്ളൂ. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ ചേച്ചീനെ പതുക്കെ നോക്കി. ചേച്ചി എന്നെ കണ്ണുകൊണ്ട് കാണിച്ചു, വേണ്ട. ഞാൻ ചേച്ചിയുടെ മുഖത്തു നിന്ന് കണ്ണെടുത്തു. കൈനീട്ടി കുഴലപ്പോ അച്ചപ്പോ ഓരോന്നെടുത്ത് കയ്യിൽ പിടിച്ചു. അത് തന്നെയേ അതിൽ ബാക്കിയുള്ളൂ. ഇനിയുള്ളത് 1-2 ബിസ്ക്കറ്റാണ്. കയ്യിൽ കിട്ടിയത് ഞാൻ അങ്ങോട്ട് തിന്നു. അവശേഷിച്ച ബിസ്ക്കറ്റിലായി പിന്നെ എൻ്റെ നോട്ടം. കൈ വീണ്ടും പ്ലേറ്റിലേക്ക് നീങ്ങി. ചേച്ചിക്ക് സഹിക്കാൻ വയ്യാണ്ടായി. അവർ പതുക്കെ കാല് വട്ടമേശയുടെ അടിയിൽ കൂടി നീട്ടി എൻ്റെ കാലിൻ്റെ തള്ളവരിലൊരു ചവിട്ടി. എൻ്റെ അമ്മോ, ഞാനൊരു കരച്ചിൽ. ആരാണ്ട് കൊല്ലാൻ വരുന്ന പോലെ. സിസ്റ്റർ ചോദിച്ചു, എന്തേ? ഞാൻ പറഞ്ഞു, ഒരൊറ്റ ചവിട്ട്, ആരാന്നറിയില്ല. ഞാൻ നോക്കുമ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറയുന്നു. കന്യാസ്ത്രീകൾക്ക് തമാശ. അവർ ചിരിച്ചു. അവരിതുപോലെ എത്ര കുട്ടികൾക്ക് പലഹാരം കൊടുത്തു പരിചയമുള്ളവരാണ്. മൂത്ത ചേച്ചി സെലീനയെ പിന്നെയും ഒരിക്കൽ ഞാൻ നാണം കെടുത്തി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാണത്. വർഗീസ് എന്ന ആളാണ് ചേച്ചിയെ കല്യാണം കഴിച്ചത്. അളിയനോടൊപ്പം സാധാരണ ഉണ്ണാനിരിക്കുക കുര്യാക്കോസ് ചേട്ടനാണ്. അയാളില്ലെങ്കിൽ സ്റ്റെൻസിലാവോസ് ചേട്ടനാവും ഭാഗ്യം കിട്ടാറ്. ഈ 2 കക്ഷികളില്ലാത്തൊരു ദിവസം എൻ്റെ ഭാഗ്യ നമ്പർ അടിച്ചു. അളിയൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനാണെങ്കിൽ പ്രാർത്ഥിക്കാനും തുടങ്ങി. ദൈവമേ, ഇവന്മാരാരോ ഉച്ചയാകുമ്പോഴേക്കും കയറി വരല്ലേ. അന്നാണെങ്കിൽ കോഴിയൊക്കെ റെഡിയാക്കി ജോറായിട്ടാണ് സദ്യവട്ടങ്ങൾ. പോർക്കും പശുവും വേറെയും. ഊണ് കഴിക്കേണ്ട സമയമായി. അമ്മ എന്നെ അടുക്കളയിലേക്ക് വിളിപ്പിച്ചു പറഞ്ഞു, നീ ഇന്ന് അളിയൻ്റെ കൂടെ ഇരിക്കണം. പിന്നെ ഒരു കാര്യം, കട്ട്ലേറ്റ്, മീൻ വറുത്തത്, പിന്നെ കോഴിക്കറി, അതുമേലൊന്നും നീ വലിയ കളി കളിക്കണ്ട. പോർക്കിലും
അതൊക്കെ അവിടെ ഇരുന്നോളും, അളിയൻ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊന്നും തൊടാൻ പാടില്ലേ? വെറുതെ ഇങ്ങനെ ഇരിക്കാനേ പാടുള്ളൂ? ചോറും മീൻകറിയൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് കഴിക്കാം, ഇത്തിരി ഇറച്ചിയും. പിന്നെ നിനക്കങ്ങനെ നിർബന്ധമാണെങ്കിൽ ഒരു കട്ട്ലേറ്റ് അങ്ങനെ എടുത്തോ, ഒരു മീൻ വറുത്തതും ഒരു ചെറിയ കഷ്ണം. ഇങ്ങനെ എനിക്ക് കഴിക്കാവുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് മുൻകൂർ തന്നു കഴിഞ്ഞു. അളിയനും ഞാനും വന്ന് ഊണ് കഴിക്കാനിരുന്നു. സെലീന ചേച്ചി അളിയൻ്റെ അടുത്താണ് കൂടുതലും വിളമ്പൽ. അതിരുട്ടെ ഇതിരുട്ടെ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് അളിയൻ. ഇതിനിടയിൽ ഇവർ തമ്മിലുള്ള ഈ ഏർപ്പാടിൽ ഒരു വിലങ്ങാവണ്ടെന്ന് കരുതി അമ്മ മെല്ലെ അടുക്കളയിലേക്ക് വലിഞ്ഞു. പൗളി ചേച്ചി ഈ സല്ലാപങ്ങളൊക്കെ അകലെ നിന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. ഉണ്ണുന്നതിനിടയിൽ അളിയന് ചോറിൽ നിന്നോ മറ്റോ ഒരു ചെറിയ കല്ല് കിട്ടി. ഈ കല്ല് അളിയൻ കടിച്ച വഴിക്ക് ചേച്ചി അയ്യോ എന്ന് പറയുന്നു. ചേച്ചിയുടെ മുഖത്ത് അളിയൻ കല്ല് കടിച്ചത് വല്ലാത്ത വിഷമം, എന്തോ മഹാബുധം പിണഞ്ഞതുപോലെ. ഇയാളൊരു കല്ല് കടിച്ചെന്ന് വെച്ചിട്ട് ഇതിപ്പോൾ മരിക്കാൻ പോണോ? അളിയൻ വായിൽ നിന്ന് കല്ലെടുത്ത് ക്ലോ ഒന്ന് മേശപ്പുറത്തേക്ക് ഇട്ടു. ഇത് കണ്ട് ചേച്ചി സാരില്ല എന്ന് പറഞ്ഞിട്ടൊരു കുണുങ്ങലും. അപ്പോൾ അളിയൻ അവളുടെ ഒരത്തിന് ഇനി കല്ല് കിട്ടിയാൽ നല്ല അടിയടിക്കും എന്ന് പറഞ്ഞു ഒരു ചെറിയ തല്ല്. തല്ലെന്നല്ല, തലോടലെന്ന് പറയുന്നതാവും ശരി. അതിൽ ചേച്ചിക്ക് എന്തോ ഒരു സുഖം തോന്നിയ പോലെ ആ മുഖത്ത് കണ്ടു. എനിക്കൊരു സുഖവും തോന്നിയില്ല എന്നത് വേറെ. ഇവരുടെ ഈ സല്ലാപ സമയം മുതലാക്കി ഞാൻ ഭക്ഷണ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാനൊരു കട്ട്ലേറ്റ് അടിച്ചു, ഒരു മീൻ വറുത്തത് അടിച്ചു, വീണ്ടും കട്ട്ലേറ്റ്, വീണ്ടും മീൻ വറുത്തത്, പോർക്കിറച്ചി വറുത്തത്, ഇടയ്ക്ക് കുറച്ച്, എല്ലാത്തിനും നല്ല രുചി. 6 കട്ട്ലേറ്റ് ഇരുന്നതിൽ 5 ഞാൻ തീർത്തു. അപ്പോഴും മണവാളിനും മണവാട്ടിയും പ്രേമസല്ലാപം തുടരുന്നു. സംഗതി അവരറിയുന്നുമില്ല. എനിക്ക് കുശാൽ. പ്രേമസല്ലാപം മാത്രം പോരാന്ന് തോന്നിയിട്ടാവോ അളിയൻ ചേച്ചിയുടെ മുഖത്ത് തന്നെ നോക്കി കട്ട്ലേറ്റ് പാത്രത്തിലേക്ക് കൈവച്ചു. പാത്രം ശൂന്യം. അതിനിടയിൽ 6 എൻ്റെ വയറ്റിലായി കഴിഞ്ഞിരുന്നു. ചേച്ചിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ തന്നെ മീൻ വറുത്ത ഇരുന്ന പാത്രത്തിലേക്ക് അളിയൻ്റെ കൈ നീണ്ടു. മീൻ വറുത്തതും ഇല്ല. പിന്നെ ഒരു ചമ്മലോടെ അയാൾ പ്ലേറ്റിലേക്ക് നോക്കി. ആ മുഖത്തൊരു വല്ലായിക. കാരണം പ്രധാന സാധനങ്ങളുടെ പാത്രങ്ങളെല്ലാം ഒഴിഞ്ഞിരുന്നു. സംഗതി പന്തിയല്ലെന്ന് തോന്നിയതോടെ ഞാൻ എണീറ്റു. കൈ കഴുകി ആമ്പക്കെട്ടു വരുമ്പോൾ അരക്കല്ലിൻ്റെ അരികത്ത് നിന്ന് ചേച്ചി കരയുന്നു. ഇത് കണ്ട് ഞാൻ ചോദിച്ചു, എന്തിനാ കരയണേ? ഒരു തറച്ചു നോട്ടമായിരുന്നു മറുപടി. അല്പം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഒരു താക്കീത്, അളിയൻ്റെ ഒപ്പം ചോറിന് ഇനി ആരും ഇരിക്കേണ്ട, അളിയൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോളൂ. ഉണ്ണി വിളയാട്ടങ്ങൾ. കൗൺസിലറായി ഭാര്യയും കുടുംബവുമൊക്കെയായി വളരെ മാന്യമായി ജീവിച്ചു തുടങ്ങിയിട്ടുള്ള കാലം. വീട്ടിലും പുറത്തും നാട്ടുകാർ അവരുടെ പല പ്രശ്നങ്ങളുമായി സമീപിക്കും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ട ആളാണ് കൗൺസിലർ എന്നാണല്ലോ വൈപ്പ്. അതിനല്ലേ അവർ വോട്ട് തന്ന് ജയിപ്പിച്ച് വിട്ടേക്കുന്നത്. അവിടെ ബൾബ് കത്തുന്നില്ല, ആ റോഡ് ടാറിട്ട് കൊടുക്കണം. ഒരുത്തൻ്റെ അവിടെ അതിരുമാതൽ വേറെ. പിന്നെ എനിക്കിപ്പോൾ അതാണല്ലോ പണി. അവിടെ ഇവിടെ ട്യൂബ് കത്തിക്കലും ബൾബിട്ട് കൊടുക്കലും. എങ്കിൽ പിന്നെ ഇലക്ട്രിസിറ്റിക്കാരെന്ന് പറയുന്ന കൂട്ടരൊന്നും വേണ്ടല്ലോ. അതിലും ആദ്യനിർത്ത് വേലി കെട്ടാൻ ഞാൻ തന്നെ ചെല്ലണം പോലും. പോലീസ് സ്റ്റേഷനും വില്ലേജ് ഓഫീസും തഹസിൽദാരുമൊക്കെ പിന്നെ എന്തിനാ? വോട്ട് തന്ന് ജയിപ്പിച്ചെന്നുള്ള ഹുങ്കിൽ ഇവർ ആവശ്യങ്ങൾ നിരത്തുമ്പോൾ എനിക്കറിയാം ഈ മുനിസിപ്പൽ കൗൺസിലറായി വന്നത് നാട് നന്നാക്കാമെന്നൊന്നും വിചാരിച്ചിട്ടല്ലെന്ന്. തൽക്കാലം 4 ആളറിയാൻ ഒരു സ്ഥാനം കിട്ടണം, അത്രേ കരുതിയിട്ടുള്ളൂ. ചില കൂട്ടുകാരും പറഞ്ഞു സംഗതി കൊള്ളാമെന്ന്. എങ്കിൽ പിന്നെ ആയിക്കളയാമെന്ന് കരുതി. പക്ഷേ വന്നു പെട്ടപ്പോഴല്ലേ ബോധ്യമായത് പിടിച്ചതൊരു പുലിവാലിലാണെന്ന്. ഇങ്ങനെ പൊതുജന സേവനം നടത്താനായി ജീവിതം ഒഴിഞ്ഞു വച്ചേക്കുകയാണെന്ന് നാട്ടുകാർക്ക് തെറ്റായൊരു ധാരണ കൊടുത്തേക്കുന്നത് കൊണ്ട് അവരിത്തിരി അംഗീകാരമൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റേതായ പത്രാസുമല്ല ഈ പൊങ്ങച്ചം. എനിക്ക് കുടുംബപരമായി കിട്ടിയിട്ടുള്ളതുമാണല്ലോ. അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൂട്ടുക. അഥവാ അങ്ങനെ ഉണ്ടെന്ന് ഭാവിക്കുകയെങ്കിലും വേണം. ഇല്ലെങ്കിൽ ഇമേജിന് കോട്ടം തട്ടും. നേരം വെളുത്തിട്ടും മൂടി പുതച്ച് കിടന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് സുഖമുള്ള കാര്യമാണ്. മകരമാസത്തിലെ കോടമഞ്ഞിൻ്റെ തണുപ്പ് കൂടിയുണ്ടെങ്കിൽ സംഗതി ഏറെ രസം. ഇപ്പോഴും തരം കിട്ടിയാൽ എത്രയും പുലരി നിർത്തോളം കിടന്നുറങ്ങാമോ അത്രത്തോളം കിടന്നുറങ്ങും. കാശ് മുടക്കി കാൾ ഷീറ്റ് വാങ്ങിയിട്ടുള്ള പ്രൊഡ്യൂസർമാർ വരെ ഇത് സമ്മതിക്കാത്തുള്ള വിഷമമാണിപ്പോൾ. ഒരു ദിവസം നേരം നന്നേ പുലർന്നിട്ട് മോടി പുതച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഒരു കുലുക്കി വിളി, എണീക്കടാ എണീക്കടാ. നല്ല ഉറക്കത്തിലായിരുന്നുകൊണ്ട് അവസാനത്തെ ഈ പ്രയോഗം കേട്ടില്ല. അതുകൊണ്ട് കരുതി ആലീസ് ആവുമെന്ന്. പെമ്പറന്നവർ കുറേ നേരം മിനക്കെട്ടിട്ട് പരാജയപ്പെട്ടു മടങ്ങിക്കോളുമെന്ന് കരുതി അങ്ങനെ തന്നെ കിടന്നു. വീണ്ടും കുലുക്കി വിളി, എടാ എണീക്കേ. ഇത്തവണ മനസ്സിലായി ആലീസ് അല്ല, അമ്മയാണ് സ്വരക്കേടും കൊണ്ട് പുറപ്പെട്ടേക്കുന്നതെന്ന്. അനങ്ങിയില്ല. എന്നിട്ട് ഉറങ്ങണ്ട, അങ്ങോട്ട് എണീക്കേ. തള്ളവിടുന്ന മട്ടിലെന്ന് മനസ്സിലായി. ഏതെങ്കിലും മാറിന് രാവിലെ കോളും കൊണ്ട് എഴുന്നേറ്റിട്ടുണ്ടാവും. അതിനാവും അമ്മ ബഹളം വയ്ക്കുന്നത്. എന്ത് പണ്ടാരട്ട് അങ്ങോട്ട് ആവട്ടെ എന്ന് കരുതി പതിയെ തലപൊക്കി. അന്നേരം അമ്മ ഒരു ചോദ്യം, അറിഞ്ഞില്ലേ? രാവിലെ കിടക്കപ്പായിൽ നിന്നും തട്ടി ഉരുട്ടി എണിപ്പിച്ചിട്ട് ചോദിക്കുക, അറിഞ്ഞില്ലേന്ന്. എന്തുട്ട് അറിഞ്ഞില്ലെന്നാ? ഇരിങ്ങാലക്കുടയിൽ വല്ല ഭൂകമ്പമാണോ എന്നൊക്കെ തോന്നിയെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ ചോദിച്ചു, എന്താ?
നമ്മുടെ തെക്കേലെ ഉണ്ണികൃഷ്ണനെ ഭ്രാന്ത് പിടിച്ചുവെന്ന്. അമ്മ ഇത് പറഞ്ഞു കേട്ടപ്പോഴൊരു സംശയം. എനിക്ക് വല്ല ഉറക്കപ്പിച്ചും തോന്നിയതാവും. എന്നാലും മനസ്സിലൊരു വല്ലായ്മ. വീണ്ടും സംശയം തീർക്കാൻ ചോദിച്ചു, എന്താന്ന്? തെക്കേലെ ഉണ്ണികൃഷ്ണനെ ഭ്രാന്ത് പിടിച്ചുവെന്ന്. സംഗതി വ്യക്തമായപ്പോൾ ഉള്ളിൽ നിന്നും അറിയാതെ അയ്യോ എന്ന ശബ്ദം പുറത്തു വന്നു. ഞാൻ ആകെ ഒരു വല്ലാത്ത നിലയിലായി. ഒരു കാലത്ത് എൻ്റെ എല്ലാ വിക്രിയകൾക്കും ചരട് പിടിച്ച കൂട്ടുകാരൻ. കൗമാരക്കാലം തൊട്ടുള്ള എന്തെല്ലാം രഹസ്യങ്ങളാണ് ഞങ്ങൾക്കിടയിൽ. ആ ഉണ്ണികൃഷ്ണനാണ് ഭ്രാന്തായത്. വിഷമമെല്ലാം പണിപ്പെട്ടടക്കി അമ്മയോട് വീണ്ടും ചോദിച്ചു, എന്നിട്ടെന്താ അവിടെ ഇപ്പോൾ കുഴപ്പം? വല്ലതും കാണിക്കണുണ്ടോ? കുഴപ്പമൊന്നുമില്ലാത്രേ. അവനിങ്ങനെ ഓരോ പഴയ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. പഴയ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ജീവിതം ഇതോടെ പോയെന്ന് മനസ്സിലായി. എനിക്കൊരു തലചുറ്റൽ പോലെ. കൗമാരപ്രായം തൊട്ട് അവനുമായിട്ടായിരുന്നു ഏറ്റവും അടുപ്പം. എൻ്റെ എല്ലാ കാര്യങ്ങളും അവനറിയാം. ഉള്ളിൽ എന്തൊക്കെയോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ. കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. തുള്ളപ്പനി പിടിച്ചവരുടെ കൂട്ട്. ശരീരത്തിനൊക്കെ ഒരു വിറയൽ. എൻ്റെ ഭാവമെല്ലാം കണ്ട അമ്മയും വിഷമിച്ച് നിൽക്കുകയാണ്. ആ കുരുത്തം കെട്ടാൻ എന്തൊക്കെയാണവോ വിളിച്ചു പറയുക. രാവിലെ കിടക്കപ്പായെന്നേ ഉണ്ടായൊരു സമാധാനക്കേട് ഇറക്കണേ. ഞാനാകെ വല്ലാണ്ടിരിക്കുമ്പോൾ ഭാര്യയും മുറിയിലേക്ക് കയറി വന്നു. അവളെ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ജീവൻ ഏതാണ്ട് പകുതിയായ മട്ടായി. കല്യാണം കഴിച്ചതോ കള്ളം പറഞ്ഞാണ്. ഇനി ബാക്കി വൃത്താന്തങ്ങൾ കൂടി അറിയുമ്പോൾ ഉണ്ടാവുന്നത് കണ്ടറിയുക തന്നെ വേണം. ഇനി ഈ നാശം പിടിച്ചവൻ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ വിളിച്ചു കൂവിയത് അറിഞ്ഞിട്ടാണോ പെമ്പ്രനോത്തിയുടെ വരവെന്ന് ആർക്കറിയാം. എങ്കിൽ ഇതൊക്കെ എല്ലാം തീരും. ഇവളെ ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ. അവളുടെ കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ സ്വയം കെടുത്താൻ. മനസ്സിങ്ങനെ ആകെ കടിഞ്ഞ പൊട്ടിച്ച് നിൽക്കുമ്പോൾ ആലീസ് പറഞ്ഞു, ദേ അവനെ എല്ലാവരും കൂടി പിടിച്ചിട്ട് ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോവാണ്. അത്രയും പറഞ്ഞിട്ട് അവളെൻ്റെ മുഖത്ത് നോക്കി. ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെയുള്ള എൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അവൾ ചോദിച്ചു, നിങ്ങളെന്തിനാ അതിനിത്ര പേടിക്കണേ? അവളുടെ ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി ഉണ്ണികൃഷ്ണൻ എനിക്കിട്ട് ബോംബൊന്നും പൊട്ടിച്ചിട്ടുണ്ടാവില്ലെന്ന്. ആ സമാധാനത്തിൽ ഞാൻ പറഞ്ഞു, പേടിയൊന്നുമല്ല ആലിസേ. നമ്മുടെ കൂടെയുണ്ടായിരുന്ന ഒരാളല്ലേ, പാവം. അവനിങ്ങനെ ആവുന്ന ആരെങ്കിലും കരുതിയോ? എന്തിനാ പറയുന്നേ? എല്ലാവരുടെയും കാര്യം അത്രയേ ഉള്ളൂ. അവളും അമ്മയും ഒക്കെ ഞാൻ ആകെ വിഷമത്തിലാണെന്ന് തന്നെ കരുതി. വിഷമത്തിലാണ്. പക്ഷേ വിഷമത്തിൻ്റെ യഥാർത്ഥ കാരണം ഇവരോട് പറയാൻ പറ്റുമോ? എന്തായാലും അവന് ഭ്രാന്തായി. ഇനി എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുന്നതിനേക്കാൾ മുമ്പ് എവിടെയും ആക്കിയാൽ മതിയായിരുന്നു. കാശൊന്നും കയ്യിലില്ലെങ്കിലും എവിടെയെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും 10ന് 10 ആളെ കൂട്ടി ഞാൻ തന്നെ ഇവനെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുവിടാൻ തയ്യാറാണ്. അത്രയും നേരത്തെ ഈ തലവേദന ഇവിടുന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഉണ്ണികൃഷ്ണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് അറിഞ്ഞിട്ടും മനസ്സിൽ സമാധാനക്കേട് വിട്ടില്ല. ഭ്രാന്ത് മാറിയിട്ട് വന്നാൽ മതി. ഭ്രാന്ത് മാറാതെ തന്നെ കുറേ നാൾ കഴിയുമ്പോൾ ചിലരെ അവിടെ നിന്നും പറഞ്ഞു വിടും. അങ്ങനെ തിരികെ വന്നാലോ? അങ്ങനെ ഇരിക്കുമ്പോൾ അറിഞ്ഞു ഉണ്ണികൃഷ്ണനെ ആശുപത്രിയിലാക്കി. കുഴപ്പമൊന്നുമില്ലെന്ന്. ഇതിനിടെ ഞാൻ സ്ഥലത്തില്ലാത്തൊരു ദിവസം ഉണ്ണികൃഷ്ണൻ ഭ്രാന്താശുപത്രിയിൽ നിന്നും നാട്ടിലെത്തി. തിരികെ എത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ വന്ന വിവരം അറിഞ്ഞു. കുറേ നാളായി സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന എൻ്റെ സ്വസ്ഥത കെടുത്താൻ അവൻ വീണ്ടും എത്തി. ഇനി എന്നാണവോ ഉണ്ണികൃഷ്ണൻ്റെ ഉണ്ണി വിളയാട്ടങ്ങൾ തുടങ്ങുക? അതാണ് എൻ്റെ ഒരു പേടി. അതിനടുത്തൊരു ദിവസം ആലീസും അമ്മയും പൂമുഖത്തിരിക്കുന്നു. ഞാൻ അകത്തും. വീടിൻ്റെ ഉമ്മർത്ത് നിന്നൊരു ചോദ്യം, ഇന്നച്ചനെവിടെ ഉണ്ടോ? ഹോ, ഉണ്ണികൃഷ്ണൻ്റെ ശബ്ദം. ഇത് കേട്ടപ്പോൾ ഉള്ളിലൊരു അറക്കവാള് കയറി ഇറങ്ങിയതുപോലെ. അന്നേരമുണ്ട് അമ്മയുടെ ആവർത്തനം, എടാ നീ ഇവിടെ ഉണ്ടോയെന്നാ ചോദിക്കണേ. എനിക്കാണെങ്കിൽ ഇതോടെ കേട്ടപ്പോൾ ആകെ ദേഷ്യവും സങ്കടവും. അവൻ്റെ ചോദ്യത്തിന് തള്ളയുടെ ഒരു പരിഭാഷയും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. ഞാൻ വളരെ പതുക്കെ പറഞ്ഞു, ഞാനിവിടെ ഇല്ലയെന്ന് പറ. ആലിസ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുഖത്തെ വിളർച്ചയും ആകെയുള്ള പരവശവും ഒക്കെ കണ്ടിട്ട് അവൾ പറയുകയാണ്, വലിയ ആളാണെന്നും അപ്പടി ധൈര്യവാനാണെന്നും അതാണ് ഇതാണ് ഒക്കെ ചുമ്മാണ്ട് വീമ്പിളക്കാൻ കൊള്ളാം. ഉണ്ണികൃഷ്ണൻ രോഗിയല്ലേ? അയാൾ വന്ന് ചോദിച്ചു, നിങ്ങൾ ഉണ്ടോയെന്ന് പറഞ്ഞാൽ തിന്നോ? എന്താ ഇത്ര അങ്ങോട്ട് പേടിച്ച് വിറയ്ക്കണേ? ആലിസെ, നിനക്കറിയില്ല, അവനെൻ്റെ കൂട്ടുകാരനായിരുന്നു. അവൻ്റെ മാനസിക നില തെറ്റിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്ത് വിഷമമായെന്നോ? നിനക്കറിയില്ല മനുഷ്യൻ്റെ കാര്യങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യങ്ങൾ. ഇത്രയും ഒക്കെ കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, അയ്യോ വേറൊന്നും കൊണ്ടോ അല്ല, കൂട്ടുകാരനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണെന്ന്. ഈ മരമണ്ടിക്കറിയാമോ, എനിക്ക് എന്നോടുള്ള ആത്മാർത്ഥത കൂടുതൽ കൊണ്ടാണ് വെപ്രാളമൊക്കെയെന്ന്. ഇവനിപ്പോഴാ ഈ പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുക എന്നുള്ള പേടിയാണ് എനിക്ക്. അങ്ങനെ ആ ദിവസം ഉണ്ണികൃഷ്ണനിൽ നിന്ന് രക്ഷപ്പെട്ടു. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ ഉണ്ണികൃഷ്ണൻ വന്നിട്ട് എൻ്റെ ഉറക്കം കെടുത്തു. മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും ഞാൻ മച്ചിലേക്ക് കണ്ണു നട്ടങ്ങനെ കിടക്കും. എപ്പോഴാണ് എൻ്റെ സാമ്രാജ്യങ്ങളെല്ലാം കൂടി ഇടിഞ്ഞു പൊളിയുകയെന്ന് എങ്ങനെ അറിയാം? നശിപ്പിച്ചേ അടങ്ങുന്ന മട്ടിലല്ലേ അയൽപ്പക്കത്ത് ഒരുത്തൻ കഴിയുന്നത്. ഞാൻ അപ്പോഴൊക്കെ ഓർക്കും, ഇവന് ആ ഭ്രാന്താശുപത്രിയിൽ എങ്ങനെ കൊണ്ട് കിടത്തിക്കൂടെ, വെറുതെ മനുഷ്യൻ്റെ സ്വൈരം കെടുത്താതെ. കാരണം അത്രമാത്രം കേസുകെട്ടുകളിൽ ഞാനും ഈ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെങ്ങാനും പുറത്തായാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കഥകളിൽ ചിലത് ആലീസിനോട് പോലും പറഞ്ഞിട്ടില്ല.